റിപ്പോർട്ടർ ചാനൽ പറയുന്നതെല്ലാം കള്ളമാണ്, റിപ്പോർട്ടർ ചാനൽ കള്ളന്മാരെ മുഴുവൻ സംരക്ഷിക്കുകയാണ്, റിപ്പോർട്ടർ ചാനൽ ഈ സമൂഹത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല തുടങ്ങിയ വാദങ്ങളൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. എനിക്കെതിരൊരു കേസ് ഉണ്ടെങ്കിൽ, എനിക്കെതിരൊരു നടപടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ രാഷ്ട്രീയം അവസാനിപ്പിക്കാമെന്ന് വരെ സാബു പറഞ്ഞു. തൊട്ടു പിന്നാലെ സാബു സെബിയെ പറ്റിച്ചതിന്, നിക്ഷേപകരെ പറ്റിച്ചതിന് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബി പിഴ ചുമത്തിയ അതിൻ്റെ വിവരങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് റിപ്പോർട്ടർ തിരിച്ചടിച്ചു എന്ന് മാത്രമല്ല, കിറ്റക്സ് സാബു ഇങ്ങനെയൊക്കെ പറയുമ്പോഴും മറുവശത്തിരുന്ന് പൊട്ടിച്ചിരിക്കുകയാണ് അതിൻ്റെ ഉടമ, റിപ്പോർട്ടർ ഉടമ ആൻഡ്രോ അഗസ്റ്റിൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റിപ്പോർട്ടർ ചാനൽ ആൻഡ്രോ അഗസ്റ്റിൻ്റെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകുമ്പോൾ കേരളം ഒരു കാര്യം മനസ്സിലാക്കി, സംഘപരിവാറിനോട് പ്രത്യേകിച്ച് മമതയൊന്നും ആ ചാനൽ കാണിക്കുന്നു. മാത്രവുമല്ല, BJP സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ വന്നപ്പോൾ തീർച്ചയായിട്ടും സാബു ജേക്കബ് സാധാരണ വാർത്താ സമ്മേളനങ്ങളൊക്കെ നടത്തുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട്, വളരെ ബോൾഡായിട്ട് കാര്യങ്ങൾ പറയുന്ന ഒരാളാണ്. പക്ഷേ ഇവിടെ സാബു ജേക്കബ് നിലവിളിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. രാജീവ് ചന്ദ്രശേഖർ വാർത്താ സമ്മേളനം വിളിച്ചു. ആ വാർത്താ സമ്മേളനത്തിൽ റിപ്പോർട്ടറിൻ്റെ പ്രതിനിധിയായിട്ടുള്ള റോഷിവാലുമായിട്ട് ഏറ്റുമുട്ടുന്ന സാഹചര്യമുണ്ടായി. ഒടുവിൽ റിപ്പോർട്ടറിന് മറുപടി പറയാനില്ലേ എന്ന് പറഞ്ഞ് തൊഴുതിട്ട് രാജീവ് ചന്ദ്രശേഖറും സുരേഷും ഒക്കെ ഇറങ്ങിപ്പോകുന്ന കാഴ്ചയാണ് കണ്ടത്. റിപ്പോർട്ടർ ചാനലും കിറ്റക്സ് ഉടമ സാബുവും ജേക്കബും തമ്മിൽ പൊരിഞ്ഞടി നടക്കുകയാണ്. ഇപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ഒരു വാർത്താ സമ്മേളനം സാബുവും ജേക്കബ് വിളിച്ചു ചേർത്തിരുന്നു. അതിൽ 250 കോടി നഷ്ടപരിഹാരമൊക്കെ ചോദിക്കുന്നുണ്ട്. സത്യത്തിൽ എന്താണ് അതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് ഈ റിപ്പോർട്ടർ ചാനലിനെതിരെ ഇങ്ങനെ ആഞ്ഞടിച്ചുകൊണ്ട് സാബുവും ജേക്കബ് രംഗത്തെത്തിയിരിക്കുന്നത്? എന്താണ് ഇതിലെ ഒരു കാര്യം എന്ന് പറയുന്നത്? രേഷ്മ, എനിക്ക് തോന്നുന്നത് സാബുവും ജേക്കബിൻ്റെ ഒരു വലിയ സ്വപ്നം റിപ്പോർട്ടർ ചാനൽ തകർത്ത് കളഞ്ഞതിൻ്റെ വലിയ വിഷമം സാബു ജേക്കബിനുണ്ട്. അതായത് സാബു ജേക്കബ് ആദർശധീരനായ, രാഷ്ട്രബോധമുള്ള, രാഷ്ട്രീയ ബോധമുള്ള ഒരു ജനസേവകനാണ്, ഒരു വ്യവസായി, ഒരു ബിസിനസ് മൈൻഡുള്ള ആൾ, ഒരു ബിസിനസ്സുകാരൻ എന്നതിനപ്പുറം ഞാൻ ആദ്യം പറഞ്ഞ ഇതൊക്കെയാണ് എന്ന് ജനങ്ങൾക്കിടയിൽ ബോധ്യപ്പെടുത്താൻ വേണ്ടി സാബു ജേക്കബ് ഒരു വലിയ ശ്രമം ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് സാബു ജേക്കബ് പൊടുന്നനെ 2020 എന്നൊരു പാർട്ടി രൂപീകരിച്ച് കിറ്റക്സിൻ്റെ തുടർച്ചയെന്നോണം അതുമായി മുന്നോട്ട് പോയത്. അതായത് കിറ്റക്സ് അദ്ദേഹത്തിൻ്റെ വ്യവസായ സാമ്രാജ്യമാണ്, അടുത്ത ഒരു രാഷ്ട്രീയ സാമ്രാജ്യം കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഈ 2020യുമായി വന്നപ്പോൾ അവർ ഏറ്റവും അധികം കടന്നാക്രമിച്ചത് LDFനെയും UDFനെയുമാണ്, CPMനെയും കോൺഗ്രസിനെയുമാണ്. തുടക്കം മുതലേ BJP വിരുദ്ധ നയങ്ങൾ, കേന്ദ്രവിരുദ്ധ നയങ്ങൾ, മോദി വിരുദ്ധ പ്രസംഗങ്ങളൊന്നും ഈ പറയുന്ന കിറ്റക്സ് സാബുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. അന്ന് തന്നെ ഒരുപാട് വിമർശനങ്ങൾ സാബുവിനെതിരെ ഉണ്ടായിരുന്നു. നിങ്ങൾ BJPയുടെ B ടീമാണ്, BJPക്ക് വേണ്ടി ജനകീയ മുഖം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഈ പാർട്ടി കൊണ്ടുവന്നതാണ് എന്നൊക്കെ LDFൻ്റെയും UDFൻ്റെ ആളുകൾ നിരന്തരമായി പറഞ്ഞിരുന്നു. പക്ഷേ അന്ന് തന്ത്രപരമായൊരു നിലപാടാണ് കിറ്റക്സ് സാബു എടുത്തത്. അദ്ദേഹം പഴയ വീഡിയോകളിലൊക്കെ പറയുന്നുണ്ട്, എനിക്കൊരു മന്ത്രിയുമാകണ്ട, എനിക്കൊന്നുമാകണ്ട, BJPയുമായും എനിക്കൊരു ബന്ധമില്ല എന്നൊക്കെ കിടന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം BJPയിലല്ല എത്തിയത്, NDAയിലാണ്. അപ്പോൾ ഈ NDAയിലേക്ക് വന്നത് ഈ രാജ്യത്തിൻ്റെ പുരോഗതിയിൽ ഭാഗമാകാൻ വേണ്ടിയിട്ടാണ്, രാഷ്ട്രസേവനത്തിനാണ്, രാഷ്ട്ര നന്മയ്ക്കാണ്. അങ്ങനെ ജനങ്ങളുടെ നന്മ മാത്രം കണ്ട് പ്രവർത്തിക്കുന്ന കിറ്റക്സ് മുതലാളി നീണാൾ വാഴട്ടെ എന്ന മട്ടിൽ ജനങ്ങൾ പറയണമെന്ന നിലയിലാണ് ഈ NDA ബാന്ധവത്തിന് ശേഷം സാബു നടത്തിയ വാർത്താ സമ്മേളനത്തിലൊക്കെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. രാഷ്ട്രസേവനം, രാഷ്ട്രത്തിൻ്റെ വികസനം, അഴിമതിയില്ലാത്ത പാർട്ടിയാണ് BJP, ഇങ്ങനെയൊക്കെയാണ്. LDFും UDFും മോശം, BJPയും NDAയും ഗംഭീരം എന്ന മട്ടിലായിരുന്നു സാബുവിൻ്റെ നിപ്പ്. അപ്പോൾ അതിനുള്ള കാരണം ജനങ്ങളുടെ നന്മ മാത്രമാണ് കേട്ടോ. നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം, ജനങ്ങളുടെ നന്മ മാത്രം കണ്ടുകൊണ്ട് പോകുന്ന ഒരു നേതാവാണ് സാബു ജേക്കബ്. അങ്ങനെ ഒരു ഇമേജാണ് അദ്ദേഹം ഉണ്ടാക്കാൻ ശ്രമിച്ചത്. പക്ഷേ റിപ്പോർട്ടർ TV അതിൻ്റെ കടക്കൽ കത്തിവെക്കുന്ന വിധത്തിൽ ഒരു ഞെട്ടിക്കുന്ന വാർത്ത പുറത്തുവിട്ടു. EDയുടെ നോട്ടീസുകൾ നിരന്തരമായി കിറ്റക്സ് സാബുവിന് കിട്ടിയിരുന്നുവെന്നും ED നടപടി ഭയന്നാണ് സാബു BJPയിലേക്ക് പോയത് എന്ന്, ക്ഷമിക്കണം, NDAയുടെ ഭാഗമായത് എന്നും ന്യായമായും സംശയിക്കണമെന്ന് പറഞ്ഞ് റിപ്പോർട്ടർ ആ വാർത്ത അങ്ങ് ബ്രേക്ക് ചെയ്തു. ഇത് കാത്തിരിക്കുകയായിരുന്നു കേരളം. റിപ്പോർട്ടർ ഈ വാർത്ത ബ്രേക്ക് ചെയ്തതോടെ കേരളം ഇരു കൈയും നീട്ടിയാണ് ഇതിനെ സ്വീകരിച്ചത്. അതിനുള്ള കാരണം എന്താണെന്നറിയോ? സാബു എന്തുകൊണ്ട് NDAയുടെ ഭാഗമായി എന്ന ചോദ്യത്തിനൊരു ഉത്തരം മലയാളികൾക്ക് ആവശ്യമായിരുന്നു. കാരണം ജനങ്ങളുടെ നേതൃത്വത്തിൽ ഒരു പുതിയ ജനകീയ പാർട്ടി വരുന്നു എന്ന് പറഞ്ഞ് കോർപ്പറേറ്റ് കമ്പനികളുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട് ഉപയോഗിച്ച് പല പ്രവർത്തനങ്ങളും നടത്തി അത് 2020 നടത്തിയത് എന്ന നിലയിൽ പ്രചരിപ്പിച്ച് അതൊരു ജനകീയ പാർട്ടിയാണ്, ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ഒരു സംഘടനയാണ് എന്ന ലേബലിൽ കൂടുതൽ മേഖലകളിലേക്ക് ആ പാർട്ടിയുടെ പ്രവർത്തനമൊക്കെ വ്യാപിപ്പിക്കാൻ വേണ്ടി വലിയ ശ്രമങ്ങൾ സാബു നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
അതിനിടയിലാണ് പൊടുന്നനെ ആ ജനകീയ പാർട്ടി മറ്റൊരു മുന്നണിയുമായും ഐക്യമില്ലാതെ ജനങ്ങളുടെ പാർട്ടി എന്ന ലേബൽ ഉണ്ടായിരുന്ന 2020 അത് നഷ്ടമാകുന്നത്. സാബു NDAയിലേക്ക് പോയതിൻ്റെ കാരണം രാഷ്ട്ര സേവനമോ അല്ലെങ്കിൽ BJP മോദി ഭരണത്തിലുള്ള വിശ്വാസമോ അഴിമതിരഹിത BJP അതൊന്നുമല്ല, മറിച്ച് ED പിന്നാലെ പിടിക്കുന്നത് കൊണ്ടാണ് എന്ന് അതോടുകൂടി എല്ലാവരും പറഞ്ഞു. ആ റിപ്പോർട്ടറിൻ്റെ വാർത്തയാണ് ഇതിന് കാരണമായത്. ഇപ്പോൾ DCC എറണാകുളം DCC സെക്രട്ടറി ആയിട്ടുള്ള മുഹമ്മദ് ഷിയാസ് പറഞ്ഞത് EDയുടെ നോട്ടീസ് പേടിച്ച് NDAയിലേക്ക് പോകുന്ന സാബുവിന് നിലപാടില്ല, ഇത് വലിയ നാണക്കേടാണ് എന്നായിരുന്നു. ശ്രീനിജൻ MLA പറഞ്ഞത് ഇത് ഞങ്ങൾക്കറിയാവുന്ന കാര്യമാണ്, കേരളത്തിന് അറിയാവുന്ന കാര്യമാണ്, ഇതൊക്കെ തന്നെയാണ് സാബുവിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുള്ളൂ, സാബു ഏറെക്കാലമായി BJPക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നായിരുന്നു. അങ്ങനെ ആ തരത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അതോടുകൂടി സാബു കെട്ടിപ്പൊക്കിയ ഇമേജ് ഒറ്റയടിക്ക് തകർന്നു. അപ്പോൾ മുതൽ സാബു തുടങ്ങിയതാണ് റിപ്പോർട്ടറിനെതിരെയുള്ള കടന്നാക്രമണം. സാബു വളർത്തിക്കൊണ്ടിരിക്കുന്ന മറുനാടനും കിറ്റക്സ് സാബുവും തമ്മിൽ അടുത്ത ബന്ധമാണ്. സാമ്പത്തികമായ ഇടപാടുകളുടെ ഭാഗമായിട്ടാണോ ഇനിയല്ല വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ ഒന്നും അറിയില്ല. പക്ഷേ കിറ്റക്സ് സാബു അതിന് പിന്നാലെ നേരെ പോയിട്ട് മറുനാടനൊരു ഇൻ്റർവ്യൂ കൊടുത്ത് അതിൽ മുഴുവൻ റിപ്പോർട്ടർ TVയെ പുലഭ്യപ്പാട്ടായിരുന്നു. എനിക്കെതിരൊരു കേസ് ഉണ്ടെങ്കിൽ, എനിക്കെതിരൊരു നടപടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ രാഷ്ട്രീയം അവസാനിപ്പിക്കാമെന്ന് വരെ സാബു പറഞ്ഞു. തൊട്ടു പിന്നാലെ സാബു സെബിയെ പറ്റിച്ചതിന്, നിക്ഷേപകരെ പറ്റിച്ചതിന് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബി പിഴ ചുമത്തിയ അതിൻ്റെ വിവരങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് റിപ്പോർട്ടർ തിരിച്ചടിച്ചു. ഇതോടുകൂടി സാബുവിൻ്റെ സകല കിളിയും പോയി. അങ്ങനെയുള്ള കൊടുക്കൽ വാങ്ങലുകൾക്കൊടുവിലാണ് ഇപ്പോൾ സാബു ഈ വാർത്താ സമ്മേളനം നടത്തി റിപ്പോർട്ടറിനെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്നത്. രേഷ്മ, ഞാനൊരു കാര്യം പറയട്ടെ, ഇതിനു മുമ്പും ഈ BJPയോട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നം റിപ്പോർട്ടർ ചാനലിലുണ്ടോ? കാരണം ശോഭാ സുരേന്ദ്രൻ പ്രതികരിക്കുന്നു, റിപ്പോർട്ടർ TVക്കെതിരെ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിക്കുന്നു, ഇപ്പൊ സുജയ പാർവതി അവിടെ നിന്ന് പോയിരിക്കുന്നു, അതുപോലെ തന്നെ സാബുൻ ജേക്കബ്. അപ്പൊ ഇത്തരത്തിൽ പോകുമ്പോൾ അതിനെ എങ്ങനെയാണ് ഏതു നോക്കി കാണുന്നത്? അത് ഏതെങ്കിലും തരത്തിൽ BJPയോട് ഒരു അസ്വാരസ്യം റിപ്പോർട്ടർ ചാനൽ വരുന്ന സമയത്ത്, അത് റീലോഞ്ച് ചെയ്യുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം, മീഡിയ ഇൻഡസ്ട്രിയിൽ കേട്ടൊരു കഥ എന്ന് പറയുന്നത്, ഈ റിപ്പോർട്ടർ ചാനൽ കർണാടകയിലുള്ള ചില BJP നേതാക്കളുടെ ഫണ്ടിങ്ങോടുകൂടി തുടങ്ങുന്നതാണ്. V മുരളീധരൻ അടക്കമുള്ള നേതാക്കൾക്ക് ഇതിൽ പങ്കുണ്ട്. സുജയ പാർവതി ഇപ്പോൾ 24 വിട്ടിട്ട് അന്ന് റിപ്പോർട്ടറിലേക്ക് റീലോഞ്ചിന് വന്നത് BJPയുടെ ഇടപെടലിനെ തുടർന്നാണ് എന്നൊക്കെ പറഞ്ഞൊരു കഥ പ്രചരിച്ചിരുന്നു. അന്ന് എല്ലാവരും കരുതിയത് ഈ BJPയുടെ കള്ളപ്പണം കേരളത്തിൽ വെളുപ്പിക്കാനും BJPക്ക് വേണ്ടിയിട്ട് ഇത് തുടങ്ങാനും ഒരു ചാനൽ വാർ തുടങ്ങാനും വേണ്ടിയിട്ടാണ് റിപ്പോർട്ടർ ഇവിടെ റീലോഞ്ച് ചെയ്യുന്നത്. ആൻഡോ അഗസ്റ്റും പണ്ട് വയനാട്ടിൽ NDA സ്ഥാനാർത്ഥിയുമായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ട് ആദ്യം തന്നെ റിപ്പോർട്ടർ ഒരു സംഘി ചാനൽ, സുജയയുടെ സാന്നിധ്യം എല്ലാം കൂടി ചേർത്ത് ആൻഡോയുടെ പഴയ NDA സ്ഥാനാർത്ഥിത്വവും എല്ലാം കൂടി പറഞ്ഞിട്ട് ഒരു സംഘി ചാനൽ എന്ന ലേബൽ ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങൾ കേരളത്തിൽ നടന്നിരുന്നു. പക്ഷേ റിപ്പോർട്ടർ ചാനൽ ആൻഡോ അഗസ്റ്റിൻ്റെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകുമ്പോൾ കേരളം ഒരു കാര്യം മനസ്സിലാക്കി, സംഘപരിവാറിനോട് പ്രത്യേകിച്ച് മമതയൊന്നും ആ ചാനൽ കാണിക്കുന്നില്ല. മാത്രവുമല്ല BJP സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ വന്നപ്പോൾ രാജീവ് ചന്ദ്രശേഖറിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ, വെളിപ്പെടുത്തലുകളൊക്കെ പുറത്തുവിട്ടുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ വലിയ ക്രമക്കേട് നടത്തിയ നിലയിൽ ഒരു വാർത്തയാണ് റിപ്പോർട്ടർ പുറത്തുവിട്ടത്. അത് വലിയ തോതിൽ ചലനമുണ്ടാക്കി. രാജീവ് ചന്ദ്രശേഖർ വാർത്താ സമ്മേളനം വിളിച്ചു. ആ വാർത്താ സമ്മേളനത്തിൽ റിപ്പോർട്ടറിൻ്റെ പ്രതിനിധിയായിട്ടുള്ള റോഷിവാലുമായിട്ട് ഏറ്റുമുട്ടുന്ന സാഹചര്യമുണ്ടായി. ഒടുവിൽ റിപ്പോർട്ടറിന് മറുപടി പറയാനില്ലേ എന്നും പറഞ്ഞ് തൊഴുതിട്ട് രാജീവ് ചന്ദ്രശേഖറും സുരേഷും ഒക്കെ ഇറങ്ങിപ്പോകുന്ന കാഴ്ചയാണ് കണ്ടത്. അതായത് BJP സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറിനെ, അദ്ദേഹം ഒരു വലിയ ടെക്നോക്രാറ്റാണ്, മോദിയുമായും അമിത്ഷായും ഒക്കെ അടുത്ത ബന്ധമുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ പോലും ഞങ്ങൾക്ക് വാർത്ത ചെയ്യാൻ ഒരു മടിയുമില്ല എന്ന് കാണിക്കുകയായിരുന്നു റിപ്പോർട്ടർ ആ നടപടിയിലൂടെ. അതിനുശേഷം രാജീവ് ചന്ദ്രശേഖർ റിപ്പോർട്ടറിനെതിരെ രംഗത്ത് വന്നു. അതോടൊപ്പം ഈ 100 കോടിയോ മറ്റോ മാനനഷ്ട കേസ് ഫയൽ ചെയ്തു റിപ്പോർട്ടറിനെതിരെ. റിപ്പോർട്ടർ തിരിച്ച് രാജീവ് ചന്ദ്രശേഖറിനെതിരെയും മാനനഷ്ടത്തിന് ഫയൽ ചെയ്തു. അങ്ങനെ അത് ഇപ്പോൾ റിപ്പോർട്ടറിനെ ശരിപ്പെടുത്തി കളയാം എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ച BJP അതിനുശേഷം പിന്നെ റിപ്പോർട്ടറിനെതിരെ മിണ്ടിയിട്ടില്ല. എന്താണ് കാരണമെന്നറിയില്ല. പിന്നെ BJPയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ NDAയുടെ ഭാഗമായിട്ട് റിപ്പോർട്ടറിനെതിരെ സംസാരിക്കുന്ന ഇപ്പോൾ ഈ പറയുന്ന സാബു ജേക്കബാണ്. ഇതിനു മുമ്പ് ശോഭാ സുരേന്ദ്രൻ വന്നത്. ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് റിപ്പോർട്ടർ ചാനലിന് എങ്ങനെയാണ് ലൈസൻസ് കിട്ടുക, ആൻഡോ അഗസ്റ്റിൻ മരം കൊള്ളക്കാരനാണ്, മറ്റേ ഈ പറയുന്നത് പോലെ ഒരുപാട് ക്രിമിനൽ കേസിലെ പ്രതികളാണ്, അവർക്ക് എങ്ങനെയാണ് ലൈസൻസ് കിട്ടുക, ഇവരുടെ പേരിൽ എങ്ങനെയാണ് റിപ്പോർട്ടർ ചാനലിൻ്റെ ലൈസൻസ് ഉടമകളായിട്ട് ഇവർക്ക് പ്രവർത്തിക്കാൻ കഴിയാന്നൊക്കെയാണ് ശോഭ ചേച്ചി ചോദിച്ചത്. പക്ഷേ ഇവരൊക്കെ റിപ്പോർട്ടറിനെതിരെ BJPയുടെ NDAയുടെയും നേതാക്കളൊക്കെ ഇങ്ങനെ ഉറഞ്ഞു തുള്ളുമ്പോൾ ഇവർ മനസ്സിലാക്കാത്തതാണോ അല്ലെങ്കിൽ ജനങ്ങളോട് പറയാത്തതാണോ ബോധപൂർവം? ഒരു കാര്യമുണ്ട്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വരുന്നതാണെന്നേ. ചാനലിൻ്റെ ലൈസൻസ്, ഉടമസ്ഥാവകാശം തുടങ്ങിയ കാര്യങ്ങളൊക്കെ
BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പരിധിയിൽ വരുന്ന വിഷയങ്ങളാണ്. BJPക്ക് NDAക്ക് അത്തരം പരാതികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിന് ഒരു പരാതി കൊടുത്തുകൊണ്ട് അതിന്മേൽ വേഗത്തിൽ അന്വേഷണം നടത്തിപ്പിക്കാമല്ലോ. ഇനി എന്തെങ്കിലും നടപടി എടുക്കാൻ പഴുതുണ്ടെങ്കിൽ അത് എടുക്കാമല്ലോ. അതെന്താണ് ഉണ്ടാകാത്തത്? ഇപ്പോൾ BJP നേതാക്കൾ റിപ്പോർട്ടറിനെതിരെ നടത്തുന്ന വാർത്താ സമ്മേളനങ്ങളൊക്കെ നോക്കുക. റിപ്പോർട്ടറിനെ ഇപ്പോൾ ശരിപ്പെടുത്തി കളയും, റിപ്പോർട്ടറിൻ്റെ ഉടമ കള്ളനാണ്, അയാൾ തട്ടിപ്പുകാരനാണ്, അയാൾ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് കുറേ കഥകൾ പറയും. അതിനപ്പുറം ഒരു മാനനഷ്ട കേസ് ഒരു വക്കീൽ നോട്ടീസ് അയക്കും. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള നിയമ നടപടികളിലേക്ക് ഇവരാരും പോകുന്നുണ്ടോ എന്ന ചോദ്യമാണ്. അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കുന്നു? പൊടുന്നനെ അവർ ആ വിഷയം അങ്ങോട്ട് മാറ്റിവെക്കുകയാണ്. അപ്പോൾ റിപ്പോർട്ടർ പറഞ്ഞതിൽ കാര്യമുണ്ടാകും, അല്ലെങ്കിൽ റിപ്പോർട്ടർ ഇനിയും വാർത്ത കൊടുക്കും, ഇതിനെ പിറകെ പിടിക്കുമെന്നുള്ള ഭയത്തിൻ്റെ പുറത്ത് അവർ മിണ്ടാതാകുന്നതാണോ എന്നൊരു ചോദ്യം പൊതുസമൂഹം ചോദിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഈ ആൻഡോ അഗസ്റ്റിനെതിരെയുള്ള കഥകൾ എത്ര കാലമായി കേരളത്തിൽ പൊതുസമൂഹം പറഞ്ഞുകൊണ്ടിരിക്കും, പൊതുസമൂഹത്തിനിടയിൽ ഈ പറയുന്ന ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പം മറുനാടൻ സാജൻ യൂട്യൂബ് ചാനലിലൂടെ യൂട്യൂബർ എത്ര വീഡിയോകൾ ആൻഡോ അഗസ്റ്റിനെതിരെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് വലിയ തട്ടിപ്പ് നടത്തിയ ആളാണ് ആൻഡോ അഗസ്റ്റിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഹോളിഡേയിൻ്റെ കച്ചവടമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിരവധി വീഡിയോകൾ ഇവരൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ആൻഡോ അഗസ്റ്റിൻ ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല, കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നൊരു നടപടിയും ഉണ്ടാകുന്നില്ല. ഇപ്പോൾ ഇവരൊക്കെ പറയുന്ന കഥകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ആൻഡോ അഗസ്റ്റിൻ ഇൻ്റർനാഷണൽ തട്ടിപ്പുകാരനാണെന്ന് പറയേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും കേന്ദ്ര ഏജൻസികൾക്ക് അന്വേഷിച്ചൂടെ, EDക്ക് അന്വേഷിച്ചൂടെ, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് IT വിഭാഗത്തിന് ഒക്കെ അന്വേഷിച്ചൂടെ? ഇവരെന്തുകൊണ്ട് അന്വേഷിക്കാത്തത്? അല്ലെങ്കിൽ ഇവരെന്തുകൊണ്ട് ഇതുവരെ ആൻഡോ അഗസ്റ്റിനെ പൂട്ടുന്നില്ല? അവിടെ എന്തോ ഒരു കാര്യമുണ്ട്, എന്താണെന്ന് വ്യക്തമല്ല. പക്ഷേ ഒന്നുകിൽ ഇവർ കൃത്യമായ റൂട്ടിലൂടെയായിരിക്കും പോകുന്നുണ്ടാവുക, അല്ല എന്നുണ്ടെങ്കിൽ ഈ പിറകെ വരുന്നവരെ പൂട്ടാൻ പറ്റുന്ന അതിലും വലിയ എന്തൊക്കെയോ ഇവരുടെ കയ്യിലുണ്ട്. എന്തായാലും റിപ്പോർട്ടർ ചാനലിനെതിരെ ഇങ്ങനെ കിടന്ന് വിറളി പിടിച്ച് നിലവിളിച്ച് ഒച്ചയും വിളിയും എടുക്കുക എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് സാബുൻ ജേക്കബിന്റെ ഒരു പേര് തീർച്ചയായിട്ടും സാബുൻ ജേക്കബ് സാധാരണ വാർത്താ സമ്മേളനങ്ങളൊക്കെ നടത്തുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് വളരെ ബോൾഡായിട്ട് കാര്യങ്ങൾ പറയുന്ന ഒരാളാണ്. പക്ഷേ ഇവിടെ സാബു ജേക്കബ് നിലവിളിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അയ്യോ അവരെൻ്റെ പിച്ചിയെ മാന്തിയെ തല്ലിയെ എന്ന രീതിയിലേക്കുള്ള ടോണാണ് ആ വാർത്താ സമ്മേളനം നിങ്ങളെടുത്ത് യൂട്യൂബിലെടുത്ത് കണ്ടാൽ അറിയാം. അങ്ങനത്തെ ഒരു ടോണാണ് സാബു ജേക്കബ് മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് ഒരു പേടിച്ചരണ്ട പോലെ, തളർന്നവനെ പോലെ. ഒന്നാമത് ഈ 2020 NDAയിലേക്ക് പോയത് ED പേടിയിലാണ് എന്ന വാർത്ത കൂടി വന്നതിന് പിന്നാലെ 2020 വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ രേഷ്മ തന്നെ ഈ കിഴക്കമ്പലത്ത് പോയിട്ട് ജനങ്ങളുടെ പ്രതികരണം എടുത്തല്ല, അതിൽ തന്നെ എത്രയോ 2020കാർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് NDA ബാന്ധവം ഇഷ്ടമല്ല, BJPക്കൊപ്പം പോകാനല്ല ഞങ്ങൾ ഈ പാർട്ടിയിൽ വന്നത്, ഞങ്ങൾ ഈ പാർട്ടി വിടുകയാണ്. അപ്പോൾ ജനങ്ങളുടെ പാർട്ടി, വ്യവസ്ഥാപിത മുന്നണികളുമായി ബന്ധമില്ലാതെ ഒറ്റയ്ക്ക് മുന്നോട്ട് പോകുന്നൊരു പാർട്ടി എന്ന അടിത്തറ 2020 തകർന്നിരിക്കുകയാണ്. 2020 പെടുന്നനെയായിരുന്നു ഇന്ത്യയിലേക്ക് കയറിയത്. കേട്ടില്ല. പെടുന്നനെയായിരുന്നു ഇന്ത്യയിലേക്ക് കയറിയത്. യാതൊരു സഹപ്രവർത്തകരോടും ചോദിക്കാതെ. അത് മാത്രമല്ല, ഇത്രയും കാലം കെട്ടിപ്പൊക്കിയ ഒരു വലിയ സാമ്രാജ്യം സാബുവിന് കൈവിട്ടു പോയി. അതിനൊരു ടെൻഷൻ വേറെ. അപ്പൊ ഇത്രയൊക്കെ സംഭവിക്കുമ്പോൾ പെട്ടെന്നൊരു ഇന്ത്യയിലേക്ക് ഒരു പ്രവേശനവും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ ഒരാൾ പിന്നീട്, അതായത് BJPയിലേക്ക് ഒരിക്കലും ഇല്ല എന്ന് പറയുന്ന ഒരാൾ ഇങ്ങനെ പെട്ടെന്ന് പോകുമ്പോൾ റിപ്പോർട്ടർ പറയുന്നതിൽ തള്ളിക്കളയാൻ അതാണ്. പൊതുജനങ്ങൾ റിപ്പോർട്ടർ വാർത്ത സ്വീകരിച്ചിട്ടുണ്ട്, പൊതുജനങ്ങൾ അത് വലിയ ചർച്ചയാക്കിയിട്ടുണ്ട്, LDFും UDFും അത് ചർച്ച ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സാബുവിന് മുഖം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ മുഖം നഷ്ടപ്പെട്ടതിന്റെ വിറളിയിലാണ് സാബു ജേക്കബ് ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിനെ പുലഭ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം റിപ്പോർട്ടർ ചാനൽ CPMന് വേണ്ടി ഓവർ ടൈം പണിയെടുക്കുന്ന ഒരു മാധ്യമമാണ്. പക്ഷേ എന്ന് വെച്ചിട്ട് റിപ്പോർട്ടർ ചാനൽ പറയുന്നതെല്ലാം കള്ളമാണ്, റിപ്പോർട്ടർ ചാനൽ കള്ളന്മാരെ മുഴുവൻ സംരക്ഷിക്കുകയാണ്, റിപ്പോർട്ടർ ചാനൽ ഈ സമൂഹത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല തുടങ്ങിയ വാദങ്ങളൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ആൻഡോ അഗസ്റ്റിൻ എന്ന് പറയുന്നത് അതിൻ്റെ MDയോട് കലിപ്പുണ്ടെങ്കിൽ നിയമപരമായിട്ട് അദ്ദേഹത്തെ നേരിടൂ. രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ആളുകളല്ലേ, എന്തേ ചെയ്യാത്തത്? ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ കീഴിൽ വരുന്നതല്ലേ ഈ ചാനലും അതിൻ്റെ ലൈസൻസും എല്ലാം. എന്തേ നടപടി എടുക്കാത്തത്? വെറുതെ വാർത്താ സമ്മേളനം നടത്തി കരയുക ഞങ്ങൾ. ഇത് എന്ന് പറയുന്നത് റിപ്പോർട്ടർ ചാനലിൻ്റെ പക്കലുള്ള രേഖകൾ, അല്ലെങ്കിൽ അവർ പുറത്തുവിടാൻ പോകുന്ന കാര്യങ്ങൾ ഇനിയും എന്തൊക്കെയോ വരുന്നുണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതൊക്കെ വാലിഡ് ആണ്. അതൊക്കെ വലിയൊരു ഒരു പ്രശ്നമാകുമെന്ന ഭീതിയെ തുടർന്ന് സാബു ജേക്കബ് അവരെ ഒന്ന് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു നീക്കമായി, അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളെ അടിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കുമെന്നൊരു പേടിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു വാർത്താ സമ്മേളനമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. എന്ന് മാത്രമല്ല, ഈ കിറ്റക് സാബു ഇങ്ങനെയൊക്കെ പറയുമ്പോഴും മറുവശത്തിരുന്ന് പൊട്ടിച്ചിരിക്കുകയാണ് അതിൻ്റെ റിപ്പോർട്ടർ ഉടമ ആൻഡോ അഗസ്റ്റിൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആൻഡോ അഗസ്റ്റിൻ എല്ലാ ദിവസവും വരുന്നു, കിറ്റക് സാബുവിനെ ചീത്ത വിളിക്കുന്നു, ചിരിക്കുന്നു, പോകുന്നു. കിറ്റക് സാബു ആണെങ്കിൽ ഇവിടെ വാർത്താ സമ്മേളനം വിളിച്ച് വിറളി പിടിച്ച് ആകപ്പാടെ നെട്ടോട്ട് പോകുന്നു, കെട്ടിപ്പൊക്കിയ ഇമേജ് തകർന്ന് താഴെ പോകുന്നു. അതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ ഇത്രയും കാലം കൊണ്ട് രാഷ്ട്രീയത്തിലുണ്ടാക്കിയ, അല്ലെങ്കിൽ ആ 2020 പാർട്ടി ഉപയോഗിച്ചുണ്ടാക്കിയ വലിയൊരു സാമ്രാജ്യം തകർന്നു വീഴുന്നു.
അപ്പോൾ ഇവിടെ ശരിക്കും തോറ്റുപോകുന്നത് സാബു തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ജനങ്ങൾ ഇക്കാര്യത്തിൽ റിപ്പോർട്ടറിനും ആൻഡ്രോ അഗസ്റ്റിനൊപ്പം നിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.